ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഡാവർ എന്ന ഒരു തമിഴ് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ പോലീസ് എല്ലാവരും ചേർന്നിട്ട് ഒരു കുറ്റവാളിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ കുറ്റവാളിയുടെ പേര് വെട്രി എന്നാണ്. വെട്രിയെ ഇപ്പോൾ ഒരു കല്ലറയിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അവിടെ വെച്ച് കഡാവർ എന്ന ടൈറ്റിൽ എഴുതി മൂവി ആരംഭിക്കുകയാണ്. ഇപ്പൊ സലീം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു കോൾ വരുന്നു. അപ്പൊ കോൾ ചെയ്ത വ്യക്തി വിയേർഡായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ഇയാൾ കോൾ ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് റോഡിന്റെ നടുക്ക് ഒരു വ്യക്തി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് വണ്ടി വെട്ടിച്ചത് കൊണ്ട് തന്നെ വണ്ടി പോയി ഒരു സൈഡിൽ ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ച സമയത്ത് സലീം എന്ന് പറഞ്ഞ ആ ഡോക്ടർക്ക് ചെറിയ രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ആ റോഡിന് നടുക്ക് നിന്ന വ്യക്തി പതിയെ ആ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നു. അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് ഒരു ചർച്ച് ഫാദർ ഇടയ്ക്കിടയ്ക്ക് വെട്രിയെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ വരുമായിരുന്നു. അങ്ങനെ അയാൾ ഇപ്പൊ വെട്രിയെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെയുള്ള പോലീസുകാരന്റെ അടുത്ത് വെട്രി ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളതെന്ന് പറയുന്നു. അടുത്ത സീനിൽ നമുക്കൊരു എസ്ഐനെ കാണിക്കുന്നു. അയാൾക്ക് ഇപ്പോൾ ഒരു കോള് വരികയാണ്. അതായത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു കാറ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് അയാൾക്ക് ഇപ്പോൾ കോള് വരുന്നത്. അയാളാണെങ്കിൽ വേറൊരു കേസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഇപ്പോൾ അയാൾ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. അത് മറ്റാരുമല്ല, ഭദ്ര എന്ന് പറഞ്ഞ നമ്മളുടെ ഹീറോയിനാണ്. ഭദ്രയുടെ അടുത്ത് എസ്ഐ മാഡം ചെക്ക് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവള് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊരു ഗ്യാങ് റേപ്പ് ആണെന്ന് തെളിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം എസ് ഐ അവളുടെ അടുത്ത് പറയുന്നു, വേറൊരു സ്ഥലത്ത് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, മാഡം ഒന്ന് അങ്ങോട്ട് എന്റെ കൂടെ വരുമോ എന്ന്. അങ്ങനെ നമ്മളുടെ ഹീറോയിനും അങ്ങോട്ട് വരാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഹീറോയിനും എസ് ഐയും കൂടിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറിൽ ഒരു വ്യക്തിയെ ആ കാറോട് കൂടി കത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഹീറോയിൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവള് പറയുന്നു, ശരിക്കും ഈ വ്യക്തിയെ വേറെ എവിടെയോ വെച്ചിട്ട് കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാറടക്കം കത്തിച്ചതാണ്. അതുപോലെ തന്നെ കൊല്ലുന്നതിന് മുമ്പ് ഇയാളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്നും ഒരു പെട്രോൾ ക്യാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഫിംഗർ പ്രിന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എസ് ഐ പറയുന്നു. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ നമുക്ക് കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് വിശാൽ എന്നാണ്. അദ്ദേഹം ഇപ്പൊ നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. നമ്മളുടെ ഹീറോയിനാണ് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അടുത്ത സീനിൽ നമുക്ക് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. അവളിപ്പോ സിസ്റ്റത്തിൽ നോക്കിയിട്ട് അവളുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളൊന്ന് റിലാക്സ് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ അവൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് സെല്ലിനുള്ളിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ ആ പോലീസുകാരൻ ഡാൻസ് കളിക്കുന്നതിന്റെ പുറകിലുള്ള ഭിത്തിയിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കട്ടായി അടുത്ത ദിവസം നടക്കുന്നത് നമുക്ക് കാണിക്കുന്നു. ആ ബോഡി സലീമിന്റെ ബോഡിയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു പോലീസുകാരന്റെ വീഡിയോ മീഡിയാസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ പോലീസുകാരന്റെ വീഡിയോയിൽ പുറകിലെ ഭിത്തിയിലുണ്ടായിരുന്ന ആ പടമില്ലേ, അത് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മരിച്ചിരിക്കുന്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്ടറുടെയാണ്. ആ പടം വരച്ചിരിക്കുന്നത് വെട്രി എന്ന് പറഞ്ഞ ആ കുറ്റവാളിയാണ്. ഇപ്പോൾ സലീമിന്റെ ബോഡിയുടെ അടുത്തേക്ക് സലീമിന്റെ അച്ഛൻ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതുപോലെ തന്നെ അയാൾ കേസ് അന്വേഷിക്കുന്ന പോലീസിനെ ഭയങ്കര ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വിശാൽ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ ലോക്കപ്പിൽ ചെന്നിട്ട് ആ പടം വരച്ചിരിക്കുന്നത് നോക്കണമെന്ന് വിചാരിച്ച് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആ ഡാൻസ് കളിച്ച് വീഡിയോ എടുത്ത പോലീസ് നമ്മളുടെ ഇൻസ്പെക്ടർ എടുത്ത് സോറിയൊക്കെ പറയുന്നു. വെട്രിക്ക് എങ്ങനെയായിരിക്കും സലീമിനെ അറിയാന്നുള്ളത് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള പോലീസുകാരൻ നമ്മളുടെ ഇൻസ്പെക്ടർ എടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് വെട്രിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിലച്ചൻ വരും. അയാളാണെങ്കിൽ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സംബന്ധിച്ച എല്ലാവർക്കും ദൈവം ശിക്ഷ കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട സമയത്ത് ഇൻസ്പെക്ടർ എന്തായാലും വെട്രിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയിലിലെ കുറ്റവാളികളൊക്കെ തമ്മിൽ ഒരു അടി നടക്കുന്നു. അതായത് കുറച്ചുപേര് നമ്മളുടെ വെട്രിയെ സ്കെച്ച് ചെയ്തിട്ട് അവനെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പോലീസൊക്കെ വന്ന് എല്ലാവരെയും പിടിച്ചു മാറ്റി വെട്രിയെ നേരെ നമ്മളുടെ ഇൻസ്പെക്ടറുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇൻസ്പെക്ടർ അപ്പോൾ നിനക്ക് എങ്ങനെ സലീമിനെ അറിയാം, നീ ആ പടം വരച്ചതിന് ശേഷം സലീം മരിച്ചുപോയി, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടതെന്ന് അവൻ പോലീസിന്റെ
വിശാലിന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നു. ഇപ്പൊ ഈ മരിച്ചുപോയ സലീമിന്റെ അച്ഛൻ മിനിസ്റ്ററുടെ വേണ്ടപ്പെട്ട ഒരാളാണ്. അയാളിപ്പോ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളുടെ സീനിയർ ഓഫീസറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്പെക്ടർ വിശാലും ഉണ്ടായിരുന്നു. വിശാലാണെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭദ്രയുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നു. അപ്പൊ സീനിയർ, നീ ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും എടുത്തോളൂ, ആരെ വേണമെങ്കിലും ടീമിൽ ചേർത്തോളൂ, പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഭദ്ര വഴി പുറത്തു പോകാൻ പാടില്ല, നമ്മളുടെ 4 പേരുടെയും ഉള്ളിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ ഈവനിങ് നമ്മളുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ അങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മളുടെ ഹീറോയിൻ അവളുടെ മകളുടെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വിശാൽ അവിടെ വന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ അവളെ ടീമിൽ ചേർത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അവനും കുറച്ചു നേരം കുട്ടിയുടെ കൂടെയൊക്കെ കളിച്ചിട്ട് ഇവളുടെ അച്ഛൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ ഫോറിനിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ള കാര്യം ഭദ്ര പറയുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിശാൽ നമ്മളുടെ വെട്രിയെ ചോദ്യം ചെയ്യുന്നതാണ്. അവൻ ഒരുപാട് തല്ലി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ വെട്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ യാതൊരു റെസ്പോൺസും ഇല്ലാന്ന് കണ്ടപ്പോൾ വിശാൽ വെട്രിയുടെ അടുത്ത്, നിനക്ക് ഏഞ്ചലിനെ പറ്റി അറിയില്ലേ, ഏഞ്ചലിനെ പറ്റിയെങ്കിലും നീ പറയാന്ന് പറയുന്നു. ഏഞ്ചൽ എന്നുള്ള പേര് കേട്ട ഉടനെ തന്നെ വെട്രിയുടെ മുഖമേ മാറുകയാണ്. ഈ ഒരു കാര്യം പുറത്തു നിന്ന് നമ്മളുടെ ഹീറോയിൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് അവള് വിശാലിന്റെ അടുത്തും സംസാരിക്കുന്നു. എന്നിട്ട് ഏഞ്ചലിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അതിനു വേണ്ടിയിട്ട് ഇവനെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് അവൾ പറയുന്നു. അങ്ങനെ വെട്രിയെ ഇവര് ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയുള്ള കല്ലറയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവരവിടെയുള്ള ഫാദറിനെ വിളിച്ചിട്ട് ഏഞ്ചലിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോഴാണ് ഫാദർ പറയുന്നത്, ഏഞ്ചല് ജനിച്ചപ്പോൾ തന്നെ പാരന്റ്സ് ഇവിടെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ ഈ ഫാദറാണ് ഏഞ്ചലിനെ എടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏഞ്ചൽ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഏഞ്ചലിന് തനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നല് ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ആ തോന്നലിനെ കുറിച്ച് ഒരിക്കലും ഫാദറിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഫാദർ അവളുടെ അടുത്ത് നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ജീസസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അവൾ അവളുടെ കഷ്ടങ്ങളും സന്തോഷങ്ങളും എല്ലാ കാര്യവും അവള് ജീസസിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ അവള് വളർന്നു കഴിഞ്ഞിട്ട് ജീസസിന്റെ അടുത്ത് ചെന്നിട്ട് അവള് പറയാണ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം വരെ കഴിച്ചു, എനിക്കാണെങ്കിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല, എനിക്കൊരു ലവർ പോലും ഇല്ല, അതിനെന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ അവളിങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ കറക്റ്റ് അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വെട്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവളീ പറയുന്നതൊക്കെ കേട്ടിട്ട് വെട്രി അവളുടെ അടുത്ത് ചെന്നിട്ട് ചുമ്മാ അവളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ കുറച്ച് നാളുകൾ കടന്നുപോയി. നമ്മളുടെ ഏഞ്ചൽ എവിടെ പോയാലും വെട്രി അവളുടെ പുറകെ പോകുമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഏഞ്ചലിനും നമ്മളുടെ വെട്രിയെ ഇഷ്ടമാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവൾ ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വെട്രി ഫാദറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫാദർ പറയുന്നു, ആ പെൺകുട്ടിയുടെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അത് കേട്ടിട്ട് നമ്മളുടെ വെട്രി നേരെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടുത്ത് നിന്നിട്ട് ജീസസിന്റെ അടുത്ത് അവൻ പറയാൻ തുടങ്ങി. അതായത് അവൻ ജീസസിന്റെ അടുത്ത് പറഞ്ഞു, ഇവളെ നിങ്ങൾ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരൂ എന്ന്. അങ്ങനെ അവൻ അവന്റെ പ്രണയം വെളിപ്പെടുത്തിയ സമയത്ത് അവൾക്കും വളരെ സന്തോഷമാവുകയാണ്. കൃത്യസമയത്ത് ഫാദർ അങ്ങോട്ട് വന്നിട്ട് ഫാദറും അവരുടെ ഈ ഒരു ലവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ കുറച്ച് നാൾ പ്രണയിച്ചതിന് ശേഷം അവര് ഒഫീഷ്യലായിട്ട് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവരുടെ ജീവിതം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ വെട്രി എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജോലി നോക്കുന്നതിലും നല്ലത് ചെന്നൈയിൽ എങ്ങാനും പോയിട്ട് എന്തെങ്കിലും ജോലി നോക്കാമെന്ന്. അങ്ങനെ ഫാദറും ഇത് കേട്ടിട്ട് ഓക്കെ നല്ല തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഫാദറും അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. അതിനുശേഷം പിന്നീട് വെട്രിയെ ജയിലിൽ വെച്ചിട്ടാണ് കണ്ടതെന്ന് ഫാദർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ വെട്രിയെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വെട്രി അവനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവനിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് നമ്മളുടെ ഹീറോയിനും അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇവൻ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു, ഇതോടുകൂടിയൊന്നും കഴിയാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ അടുത്ത ടാർഗറ്റിനെ പറ്റി ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവൾ ആരാണ് അടുത്ത ടാർഗറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞതെന്ന് അവളുടെ അടുത്ത് അവൻ പറയുന്നു. അതുപോലെ തന്നെ വെട്രി കുറേ നേരം ആ കല്ലറയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അവൻ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്താണ് എഴുതിയിട്ടുള്ളതെന്ന് ഇപ്പോൾ എല്ലാവരും വന്ന് കവർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശാലും ചെന്നിട്ട് അവൻ എന്താണ് എഴുതിയതെന്ന് നോക്കുന്നു. ഇതേ സമയത്ത് നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ അവിടെ പ്രാർത്ഥിക്കാൻ നേരത്ത് ബൈബിളിന്റെ ഏത് പേജാണ് ഓപ്പൺ ചെയ്തതെന്നും ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവര് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിൻ ആ ബൈബിളിൽ കണ്ട കാര്യവും അതുപോലെ തന്നെ അവൻ ആ കല്ലറയിൽ എഴുതി വെച്ച കാര്യവും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്നത്. അതായത് സ്വത്ത് മോഹിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു അനിയനെ കൊല ചെയ്യുകയാണ്. അങ്ങനെ ആ ചേട്ടന്റെ വഴിയിലാണ് പിന്നീട് കുറ്റകൃത്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതെന്നാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്തിനായിരിക്കും വെട്രി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക എന്ന് ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ വിശാല് തന്റെ ഗൺ എടുത്തിട്ട് ആ ജീപ്പിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ജീപ്പിലുള്ളവരും ആ ജീപ്പ് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആരാണ് ഇവരെ ഈ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർക്ക് അങ്ങനെ യാതൊരു ഐഡിയയും ഇല്ല. വെട്രിയുടെ അടുത്ത് ചോദിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതും നടന്നിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇപ്പോൾ വെട്രിയെ തിരിച്ച് ജയിലിലേക്ക് തന്നെ ആക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഏഞ്ചലിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടും എന്നുള്ള രീതിയിൽ ഇവര് ഏഞ്ചലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുന്ന സമയത്താണ് അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ സലീമാണ്. അപ്പോൾ അതിലെന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്ന് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ 5 വർഷത്തിന് മുമ്പാണ് ശരിക്കും അഞ്ജലി മരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇനിയിപ്പോൾ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം പോസിബിൾ ആവുക എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ പറയുന്നു തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടി കഴിയും, അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ചിലപ്പോൾ നമുക്ക് അവരുടെ ബോൺസ് കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ എങ്ങനെയാണ് ഈ കൊല ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫാദറിനെയൊക്കെ വെച്ചിട്ട് പള്ളിയുടെയും അതുപോലെ തന്നെ കോടതിയുടെയും ഒക്കെ പെർമിഷൻ എടുത്തിട്ട് അവരിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇപ്പൊ SI ഫാദറിനെയും കൂട്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ റോഡില് എന്തോ ഒരു പിള്ളേരുടെ ഫ്ലാഷ് മോബ് പോലെ എന്തോ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുകയാണ്, എന്തിന്റെയോ അവയർനെസ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് SI ആ ഫാദറിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ജസ്റ്റ് അവിടേക്ക് ചെന്നിട്ട് പിള്ളേരുടെ അടുത്ത് മതി ഇനി എല്ലാവരും റോട്ടിൽ നിന്ന് മാറ്, നമുക്ക് വണ്ടിയൊക്കെ കടന്നു പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു നേരെ വണ്ടിയിലേക്ക് വരുന്നു. അങ്ങനെ വണ്ടിയിലേക്ക് കയറുന്ന സമയത്താണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നത്. വണ്ടിയിലുണ്ടായിരുന്ന നമ്മളുടെ ഫാദറിനെ ആരോ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ്. ആരാണെന്ന് നോക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ 2 പേർ അങ്ങോട്ട് പോകുന്നത് കണ്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ പോലീസുകാരൻ ഫാദറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫാദറിന്റെ നില ഇപ്പോൾ വളരെ ഗുരുതരമാണ്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിശാൽ നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ഇനി നെക്സ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന്. അതായത് അവരെവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏഞ്ചലിന്റെ ബോഡി അടക്കം ചെയ്തിട്ടില്ലേ അവിടേക്കാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമുക്കൊരു സീൻ കാണിക്കുന്നു. ഏഞ്ചലിന്റെ ബോഡി അടക്കം ചെയ്തെടുത്തെന്ന് 4 പേര് നിന്നുകൊണ്ട് ആ ബോഡി അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹീറോയിനും അതുപോലെ വിശാലും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ അറിയാമായിരുന്നു തീർച്ചയായിട്ടും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ ഈ 4 പേര് നമ്മളുടെ വിശാലും ഒക്കെ ആയിട്ട് ഫൈറ്റിന് വരികയാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ച് അവർ 3 പേര് ഓടുന്നു, ഒരാളെ മാത്രം ഇവർക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം ഫോർമാലിറ്റീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ബോഡി അവിടെ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പെർമിഷനൊക്കെ കിട്ടുകയാണ്. അങ്ങനെ ഇവർ ആ ബോഡി അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് 5 വർഷമായിട്ടുള്ള ബോഡി ആണെങ്കിലും അതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ 5 വർഷമായിട്ടുള്ള ബോഡി എന്താണ് അഴുകാതിരിക്കുന്നതെന്ന് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ചില കണ്ടീഷൻസിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഇപ്പം നമ്മളുടെ ഹീറോയിൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവൾ ആദ്യം ഒന്ന് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നീട് അവൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾ വിശാലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒന്നാമതായിട്ട് അവൾ പറയുന്നത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതാണെന്ന് പറയുന്നത് വെറുതെയാണ്, അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ യാതൊരു തെളിവുകളും കാണാനില്ല. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ബോഡിയിൽ ഹൃദയമുണ്ടായിരുന്നില്ല, ആരോ അവളുടെ ഹൃദയം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇത് കേട്ടിട്ട് വിശാൽ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഏഞ്ചൽ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അവരിപ്പോൾ അവിടെ പോയി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിന് പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്രി അവിടെ ബൈബിളിൽ ഒരു പേജ് എടുത്തു വെച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരു സ്റ്റോറിയും ഉണ്ടായിരുന്നില്ലേ. ആ സ്റ്റോറി കായിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഈ കായിൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ ബ്രദറിനെ കൊന്നു എന്നുള്ളതാണല്ലോ ആ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. സോ ബൈബിളിൽ ആ ഒരു സ്റ്റോറിയിൽ കായിൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ബ്രദറിന്റെ പേര് ആബേൽ എന്നാണ്. സോ അവൾ നോക്കുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ആബേൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ പേര് എഴുതിയിട്ടുള്ള ബോർഡ് കാണുന്നു. സോ അവൾക്ക് മനസ്സിലായി അടുത്തതായിട്ട് വെട്രി ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടറെയാണെന്ന്. കറക്റ്റ് ഇപ്പൊ ജയിലിൽ വെട്രി അയാളുടെ പടം വരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നു. ഏഞ്ചലിന്റെ കാര്യത്തിൽ ഇയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് നല്ല പോലെ അറിയാം. പക്ഷെ അത് ഡയറക്റ്റ് ചോദിക്കാതെ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇവര് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. എന്നാൽ അയാൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിശാൽ ഓക്കെ ശരി, എന്തായാലും നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോലീസൊക്കെ റെഡിയാക്കുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഇവര് ആബേലിന്റെ വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ തിരിച്ചു പോയിട്ട് ഫോൺ എടുത്തിട്ട് വരുന്ന സമയത്ത് വീടിന്റെ വേറെ ഏതോ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ എന്നിട്ട് നേരെ ഇറങ്ങിയിട്ട് നമ്മളുടെ വിശാലിന്റെ അടുത്ത് പറയുന്നുണ്ട് ആ വീട്ടിൽ ആബേൽ മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷെ വേറൊരു സ്ഥലത്ത് നിന്ന് ശബ്ദം കേട്ടല്ലോ എന്ന്.
അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ആ വീടിനുള്ളിൽ നിന്നും ഒരു ഗൺ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. ഇവർ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ആബേലിനെ ആരോ വെടിവെച്ച് കൊന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ ആരായിരിക്കും ഇത്രയും പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്തതെന്ന് ഇവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ നിന്ന് മതിൽ ചാടി ഓടുന്നത് കണ്ടു. ഇവരെല്ലാവരും കൂടി പുറകെ ഓടിയെങ്കിലും ആ വ്യക്തി ബൈക്ക് എന്തോ എടുത്തിട്ടായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആ ബൈക്കിൽ പോയ വ്യക്തി ഒരു സ്ഥലത്ത് എത്തിയിട്ട് വണ്ടി നിർത്തുന്നു. ആ സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ ഫേസ് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത സീനിൽ നമ്മളുടെ ആബേലിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയിനും വിശാലും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കാളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാണിക്കുന്നു. ശരിക്കും ആബേലിനെ കൊന്നിട്ടുണ്ടായിരുന്നത് ഇയാളാണ്. എന്നാൽ നമ്മളുടെ ഹീറോയിനും വിശാലിനും ഒന്നും അതറിയില്ല. അങ്ങനെ ഇപ്പോൾ ഈ കാളി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം വിശാൽ ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ കോളും കാര്യങ്ങളൊക്കെ കട്ടാക്കിയിട്ട് അവിടെയുള്ള ജോലി നോക്കുന്നു. ഇപ്പം നമ്മുടെ വിശാലിൻ്റെ സീനിയർ ഓഫീസർ വിശാലിനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. ഇപ്പോൾ അടുത്ത കൊലയും നടന്നിട്ടുണ്ട്, നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് കുറ്റവാളിയെ പിടിക്കുക എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിശാലാണെങ്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് അടുത്തെത്തി, പുറത്തു നിന്നും വെട്രിക്കാരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാണെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ കല്ലറയിൽ വന്നിട്ട് ബോഡി മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരുത്തനെ ഇവർ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവൻ വേറൊരു വ്യക്തിയുടെ പേര് പറയുന്നു. പക്ഷേ അവൻ്റെ ഏരിയയിൽ പോയിട്ട് അവനെ തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വിശാലും എസ് ഐയും കൂടിയിട്ട് വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവർ നേരെ ആ ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവിടെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെറുതെ പടക്കം ഇവർ തന്നെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആളുകളുടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറിയ സമയത്ത് ഈ പറഞ്ഞ വ്യക്തിയെ പിടിച്ച് ഭയങ്കരമായിട്ട് ഇടിച്ച് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റിന്റെ വണ്ടി എടുത്ത് അതിലിട്ടുകൊണ്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശാൽ അവനെ നല്ല രീതിയിൽ ഇടിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ വെച്ചാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഏഞ്ചലും വെട്രിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വരികയായിരുന്നു. ഏഞ്ചൽ ആണെങ്കിൽ പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഇവർക്ക് ഏത് കുട്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പരസ്പരം സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കറക്റ്റ് ബൈക്കിൽ വന്ന ഒരു കൂട്ടര് നമ്മുടെ ഏഞ്ചലിന്റെ മാല പൊട്ടിക്കുന്നത്. അപ്പോൾ അവര് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഈ മാല പൊട്ടിച്ചത് കൊണ്ട് തന്നെ വണ്ടി നിയന്ത്രണം വിട്ടിട്ട് ഏഞ്ചലും നമ്മളുടെ വെട്രിയും താഴേക്ക് വീഴുന്നു. അപ്പോൾ ആദ്യം ഏഞ്ചലിൻ്റെ വയറാണ് പോയി ഇടിക്കുന്നത്. അങ്ങനെ അവള് അവിടെ പരിക്കുപറ്റി വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏഞ്ചലിനെ വെട്രി പോയി എടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ജീവനുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. അപ്പോഴാണ് കറക്റ്റ് ഇവരുടെ മാല പൊട്ടിച്ചിട്ട് പോയ അവന്മാരില്ലേ, അവന്മാരുടെ വണ്ടിയും അവിടെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്രി നേരെ പോയിട്ട് അവന്മാരെ പിടിച്ചടിക്കുകയാണ്. പക്ഷേ അവന്മാർ വെട്രിയെ തള്ളി വിട്ടിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ഇപ്പോൾ വെട്രി ഉടനെ തന്നെ നമ്മളുടെ ഏഞ്ചലിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ്റെ അടുത്തും അതുപോലെ വിശാലിൻ്റെ അടുത്തും ഒക്കെ പറയുന്നത് വെട്രി തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, അടുത്ത നിന്റെ ടാർഗറ്റ് ആരാണ്, നിനക്ക് പുറത്തുനിന്ന് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ദൈവമാണ് സപ്പോർട്ട്, ദൈവം എനിക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമുക്ക് ഹീറോയിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കാളിയെ കാണിക്കുന്നു. അവനിപ്പോ ഫ്രീസർ ബോക്സിൽ ആരെയോ നോക്കുകയാണ്. അവിടെ വെച്ച് അവൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാളിയെ സംബന്ധിച്ച് അവന് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി ഇപ്പൊ രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോവാണ്. അവള് ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഏത് ഹോസ്പിറ്റലിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെട്രി അവൻ്റെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഇപ്പോൾ ഈ കാളിയുടെ മകള് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും മറ്റൊരു നേഴ്സ് അവരുടെ ഷിഫ്റ്റ് കൂടി ഒന്ന് എടുക്കാവോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. അങ്ങനെ ഇവളും അതിന് തയ്യാറാവുകയാണ്. അവിടെ വെച്ച് കട്ടായി അടുത്ത ദിവസം രാവിലെ അവള് വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പറ്റിയതെന്ന് കാളിയൊക്കെ ചോദിക്കുന്ന സമയത്താണ് അവള് ഒരു കാര്യം പറയുന്നത്. ഏഞ്ചലിന് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയായിരുന്നു. ആ സമയത്ത് സലീം ചെയ്യുന്നത് അവളെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ആയിരുന്നില്ല, അവൻ വേറെ എന്തൊക്കെയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സലീം ഏഞ്ചലിൻ്റെ വയറ്റിൽ നിന്നും കുട്ടിയെ എടുത്തിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളുടെ കാളിയുടെ മകളെ ഏൽപ്പിക്കുന്നു. അവള് ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ആ കുട്ടി ജീവനോടുകൂടിയുള്ള കാര്യം അവൾക്ക് മനസ്സിലായത്. അങ്ങനെ അവൾക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ നേരെ ആ കുട്ടിയെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അവളിപ്പോൾ കാളിയുടെ അടുത്ത് പറയുന്നു, ആ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കൊല ചെയ്തതാണ്. ശരിക്കും അവളെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ഒന്നും ആയിരുന്നില്ല അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ തിരിച്ച് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പോൾ കാളിയും മകളും കൂടിയിട്ട് ആ കുട്ടിയെയും എടുത്തുകൊണ്ട് നേരെ ഫാദറിനെ ചെന്ന് കാണുന്നു. അപ്പോൾ ആ ഡോക്ടറൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ശിക്ഷ ലഭിക്കണമെന്ന് ആ ഫാദർ ഇവരുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് കാളി ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു.
അവിടെ വെച്ച് കേട്ടാൽ ഇപ്പം നമുക്ക് ഹീറോയിന് ഒരു കോള് വരുന്നതായിട്ട് കാണിക്കുന്നു. ആ ഫാദർ മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം ആ ഫാദറിന്റെ ബോഡിയൊക്കെ വന്ന് കണ്ടിട്ട് അടുത്ത ടാർഗറ്റ് ഇനി ആരായിരിക്കും, ഇത് ആരാണ് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളുടെ ഹീറോയിനും വിശാലും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജിൽ ഫാദർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫാദറും അല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളുടെ സീനിയർ വിശാലിനെ വിളിപ്പിച്ചിട്ട് വിശാലിനെ ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇപ്പൊ ട്രാൻസ്ഫർ തരുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് വിശാലിന്റെ അടുത്ത് നീ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട്, നീ കുറ്റവാളിയെ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണെന്ന് സലീമിന്റെ അച്ഛൻ പറയുകയാണ്. എന്നിട്ട് സലീമിന്റെ അച്ഛൻ പറയുകയാണ്, ആ പെണ്ണിന്റെ ഹൃദയം എടുത്ത് വിറ്റത് ഞങ്ങൾ തന്നെയാണ്, നല്ല വിലയ്ക്കാണ് വിറ്റത്, അതിനിപ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിശാലിന്റെ അടുത്ത് ഭയങ്കര അഹങ്കാരത്തോടു കൂടി അയാൾ ചോദിക്കുന്നു. അപ്പോൾ വിശാല്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കും എന്ന് അയാളുടെ അടുത്ത് പറയുന്നു. ഇപ്പം നമ്മളുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വിശാല് വരുന്നു. എന്നിട്ട് അവനിങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയ കാര്യം പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ സംസാരിച്ച് അടുത്ത ടാർഗറ്റ് ആരായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ജയിലിലെ വെട്രിയെ കാണിക്കുന്നു. ഏഞ്ചലിന്റെ ചെയിൻ എടുത്തും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവനെയാണ് വെട്രി ഇപ്പോൾ അവിടെ വരച്ചിരിക്കുന്നത്. അതായത് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അവനാണ്. കറക്റ്റ് അവൻ നമ്മളുടെ വെട്രിയുടെ ഓപ്പോസിറ്റുള്ള സെല്ലിനാണുള്ളത്. അപ്പോൾ വെട്രി അവന്റെ പടം വരയ്ക്കുന്നത് കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ഇപ്പോൾ നൈറ്റ് സലീം കാറിൽ അന്ന് വന്നുകൊണ്ടിരുന്നില്ലേ, അതേപോലെ തന്നെ സലീമിന്റെ അച്ഛനും കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കാറിന്റെ പുറകിൽ നിന്നും ആരോ സംസാരിക്കുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോൾ ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്നത് നമ്മളുടെ കാളിയായിരുന്നു. കാളി ഇപ്പോൾ അയാളെ മയക്കിയിട്ട് അയാളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കെട്ടിയിടുന്നു. അങ്ങനെ ഇപ്പോൾ അയാളെ അവിടെ കെട്ടിയിട്ടിട്ട് ഇപ്പോൾ വേറൊരു സൈഡിൽ നിന്നും ഒരാൾ അയാൾക്കിട്ട് ഒറ്റ അടി അടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആരാണ് ആ അടിച്ചതെന്ന് നമുക്ക് കാണിക്കുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മളുടെ ഹീറോയിൻ ആയിരുന്നു. നമ്മളുടെ ഹീറോയിനെ കണ്ട ഉടനെ ഇയാൾ ഷോക്കായിട്ട് നീയാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മളുടെ ഹീറോയിൻ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കേസിനെ കുറിച്ചും ഫയൽസ് എടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളിപ്പോൾ ഒരു ഫയൽ നോക്കുന്ന സമയത്ത് അവളുടെ മുഖം ലൈറ്റായിട്ട് മാറുകയാണ്. അത് ഏഞ്ചലുമായി ബന്ധപ്പെട്ട ഫയലാണ്. അങ്ങനെ ഇപ്പോൾ അവള് നമുക്ക് ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവളിപ്പോൾ പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നും ഒരു ചെയിൻ എടുക്കുന്നു. ആ ചെയിൻ അവൾ എടുത്തു നോക്കിയിട്ട് പെട്ടെന്ന് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഏഞ്ചൽ ഒരു സ്ഥലത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ പുറകിൽ വരുന്ന ബസ് അവൾ കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മളുടെ ഹീറോയിനാണ് അവിടെ വന്നിട്ട് ഏഞ്ചലിനെ പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരേ സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവർ പരസ്പരം നല്ല രീതിയിൽ സംസാരിച്ച് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ അവളുടെ ഹസ്ബൻഡിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ മാലയുടെ ലോക്കറ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ലോക്കറ്റിലെ ഒരു സൈഡിൽ അവളുടെയും ഹസ്ബൻഡിൻ്റെയും പടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പടം വെക്കാൻ പോകുന്നതെന്നൊക്കെ അവളിങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ കുറേ സംസാരിച്ച് അവർ നല്ല കമ്പനി ആവുന്നു. അങ്ങനെ ഏഞ്ചലിന് ഇറങ്ങേണ്ട സ്ഥലം എത്തിയ സമയത്ത് നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവൾ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ തിരിച്ചു വന്ന് ബസ്സിൽ കയറിയ സമയത്താണ് ഏഞ്ചല് അവളുടെ ചെയിൻ അവിടെ മറന്നു വെച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഇപ്പോൾ ഏഞ്ചലിന്റെ ഫയൽ നോക്കിക്കൊണ്ട് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് കാളി നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിനെ നേരെ കാളിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്ന സമയത്ത് കാളി ആ ഒരു കുട്ടിയെ കാണിക്കുകയാണ്. ഇപ്പൊ കാളിയും വീട്ടുകാരും കൂടിയിട്ടാണ് ആ കുട്ടിയെ നോക്കി വളർത്തുന്നത്, അതായത് നമ്മളുടെ വെട്രിയുടെ കുട്ടിയെ. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഫാദറിനെ ചെന്ന് കാണുന്ന സമയത്താണ് ഫാദർ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണമെന്ന്. അങ്ങനെ ഇപ്പോൾ നിയമത്തിന്റെ വഴി പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൂഫ് അത്യാവശ്യമാണ്. സോ സലീം ഈ അവയവക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാളിയുടെ മകള് അയാളുടെ സിസ്റ്റം എടുത്തിട്ട് അതിൽ നിന്നും ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒരു പെൻഡ്രൈവിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് സലീം അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സലീം അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവൾ അവിടെ പോയി ഒളിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൻഡ്രൈവ് കണ്ട സമയത്ത് ആരോ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ റൂമിൽ ഒളിച്ചിരിക്കുന്ന നമ്മളുടെ കാളിയുടെ മകളെ അയാൾ കണ്ടെത്തുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ കാളി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് കാളി പറയുന്നു എൻ്റെ മകളെ അവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുമെന്ന്. നോക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് മുഴുവനായിട്ട് ആസിഡ് ഒഴിച്ച് പൊള്ളിയ അവസ്ഥയിലാണുള്ളത്. എങ്ങനെയാണിത് നടന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും അറിയാതെ ആസിഡ് വീണതാണെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് അവർ പറയുന്നു. ഇപ്പോൾ കാളിയുടെ മകള് പതിയെ കണ്ണുകൊണ്ട് നമ്മളുടെ ഹീറോയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴാണ് മുമ്പ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണിക്കുന്നത്. അതായത് മുമ്പ് നമ്മളുടെ ഹീറോയിനും ഈ കാളിയുടെ മകളും കൂടി ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
അത് ഒരു ബുക്കിനെ കുറിച്ചായിരുന്നു. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കണ്ണ് മാത്രമായിരുന്നു അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നത്, അതായത് ഒരേ ഒരു കണ്ണ് മാത്രം. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ഒറ്റ കണ്ണ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബുക്ക് തന്നെ എഴുതിയ കാര്യം നമ്മളുടെ ഹീറോയിൻ പണ്ട് കാളിയുടെ മകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഹീറോയിനുമായിട്ട് കാളിയുടെ മകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേര് നമ്മളുടെ ഹീറോയിൻ ഒരു വിധത്തില് കാളിയുടെ മകളുടെ അടുത്ത് നിന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കാളിയുടെ മകള് അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. അപ്പോൾ കാളിയും അതുപോലെ തന്നെ നമ്മളുടെ ഹീറോയിനും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മരണത്തിന് അവളും ഉത്തരവാദിയാണെന്ന് അവൾ ചിന്തിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് അവൾക്ക് അവളുടെ ചുറ്റുപാടും അവൾ ഇത്രയും നാൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ബോഡീസൊക്കെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവരെല്ലാം പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് മരിച്ചതെന്ന് നീ കണ്ടുപിടിച്ചു, അതിൻ്റെ കുറ്റവാളികൾ ആരാണെന്ന് നീ കണ്ടുപിടിച്ചു, പക്ഷേ അവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തോട്ട് അവളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും അവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ കിട്ടണം എന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ ഈ കാര്യം ചെന്നിട്ട് ഫാദറിൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ വെട്രി ഒരിക്കലും ഞങ്ങളാണിത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയരുതെന്ന് പറയുന്നു. അങ്ങനെ ഫാദർ വെട്രിയുടെ അടുത്ത് ചെന്നിട്ട് ഓരോ തവണയും ഞാൻ ഓരോ വ്യക്തികളുടെ പടം വരയ്ക്കാൻ നിൻ്റെ അടുത്ത് പറയും, ആ പടങ്ങൾ നീ കറക്റ്റായിട്ട് വരച്ചോ, അയാൾ മരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആരാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവമാണ് ചെയ്യുന്നതെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതിയെന്നാണ് ഫാദർ അവൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഹീറോയിനും കാളിയൊക്കെ കൂടിയിട്ടാണ് ഫസ്റ്റ് സലീമിനെ കൊന്നത്. അപ്പോൾ സലീം നമ്മളുടെ കാളിയുടെ മകളെ ആസിഡ് ഒഴിച്ച് കൊന്നതുകൊണ്ടാണ് അവനെ പെട്രോൾ ഒഴിച്ച് കാറോടുകൂടി കത്തിച്ചത്. അപ്പോൾ അത് ചെയ്തത് ശരിക്കും നമ്മളുടെ ഹീറോയിൻ ആയിരുന്നു. പക്ഷെ അവൾ ആ സ്പോട്ടിലേക്ക് പോയതും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതുമൊക്കെ ഒന്നും അറിയാത്തതുപോലെയായിരുന്നു. അതുപോലെ തന്നെ ആബേലിനെ കൊന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോയിൻ ഫോൺ അവിടെ മറന്നു വെച്ചിട്ട് ഫോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഫോൺ അവിടെ വെച്ചതാണ്. എന്നിട്ട് അവൾ നേരെ അവിടേക്ക് ചെന്നിട്ട് അവളുടെ കയ്യിൽ സൈലൻസർ വെച്ചിട്ടുള്ള ഗൺ ഉണ്ടായിരുന്നു, അത് വെച്ച് ആബേലിനെ കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളുടെ ഹീറോയിൻ താഴെ വന്ന് വിശാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കാളിയാണ് വെടിവെക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾപ്പിച്ചിട്ട് പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണിച്ചത്. ഇപ്പോൾ പ്രസന്റിൽ ഏഞ്ചലിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വീണ്ടും അടക്കം ചെയ്യുകയാണ്. അപ്പോൾ വെട്രി അവിടെ വന്നിട്ട് അവൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട്, അതായത് ശരിക്കും വെട്രിയുടെ മകളാണ്, ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ മോള് നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുപ്പിക്കുന്നു. വെട്രി അത് നോക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഏഞ്ചലിൻ്റെ ചെയിൻ ആയിരുന്നു. അങ്ങനെ വെട്രി ആ ഒരു ചെയിനിലെ ലോക്കറ്റ് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്താണ് അതിൽ വെട്രിയുടെയും ഏഞ്ചലിൻ്റെയും പടത്തിൻ്റെ അപ്പുറത്ത് ഇപ്പം നമ്മളുടെ ഹീറോയിൻ്റെ കൂടെ വന്ന ആ പെൺകുട്ടിയുടെ പടം കാണുന്നത്. അപ്പോഴാണ് ഏഞ്ചൽ പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് തൻ്റെ മകളാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ വെട്രി ആ ഒരു കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ്. ശരിക്കും അത് വെട്രിയുടെ കുട്ടിയായിരുന്നു. വിശാല് അന്ന് വന്ന സമയത്ത് നമ്മളുടെ ഹീറോയിനോടൊപ്പം ഉണ്ടായിരുന്നത് ഈ കുട്ടിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഫോറിനിലാണെന്നൊക്കെ നമ്മളുടെ ഹീറോയിൻ വെറുതെ പറഞ്ഞതായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിൻ ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവൾ എന്നിട്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയ ഒരു ബോഡി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തരത്തില് ഒരുപാടധികം മുറിവുകളൊക്കെ പറ്റിയിട്ടുള്ള ബോഡി ആയിരിക്കും നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക എന്നൊക്കെ. എന്നിട്ടാണ് നമുക്കൊരു കാര്യം കാണിക്കുന്നത്, ആ ബോഡി ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സലീമിന്റെ ഫാദറിന്റെ ആണ്. സോ ആ ഒരു സീനോട് കൂടി ഈ ഒരു മൂവി അവസാനിക്കുന്നു.